ആരാധകർ. ആമേൻ. അവരെത്ര മണിക്കൂറാണ് അവിടെ? 2 മണി നേരത്തോളം ഏകശബ്ദത്തോടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആർത്തുകൊണ്ടിരിക്കുക. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മൾ അല്പസമയമാണ് ദിവസത്തിൽ ഇരിക്കുന്നത്. അർത്തിമൂസ് ദേവി ആരാധിക്കുന്നവർ, ആർക്കുന്നവരും പാടുന്നവരും സമയം നോക്കാതെ ദൈവത്തെ എന്ത് ചെയ്യുന്നവരുമായിരുന്നു? ആരാധിക്കുന്നവരുമായിരുന്നു. നോക്കിക്കുക, അവരും എഴുതി 2 മണി നേരത്തോളം അവർ എന്ത് ചെയ്തോണ്ടെന്നാ പറഞ്ഞേ? ഏക ശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. ആമേൻ. കേട്ടോ, നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എങ്ങനെയാ നമ്മൾ ചിന്തിച്ചോണം. പാടാനും പ്രാർത്ഥിക്കാനും വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാനും കഴിയണം നമുക്ക്. ഈ പിശാചിനെ ആരാധിക്കുന്ന, അർത്തിമിസ് ദേവി ആരാധിക്കുന്ന ജനം എങ്ങനെയാണ്? എല്ലാവരും കൂടി 2 മണിക്കൂറോളം ഏക ശബ്ദത്തോടെ എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ഏക ശബ്ദത്തോടെ എന്ത് ചെയ്തു? ആർത്തുകൊണ്ടിരുന്നു. അവരെന്തായിരിക്കും പറഞ്ഞ? അർത്തിമീസ് ദേവി, അർത്തിമീസ് ദേവി, അർത്തിമീസ് ദേവി, അർത്തിമീസ് ദേവി. ഇങ്ങനെ എത്ര മണിക്കൂർ പറഞ്ഞുകൊണ്ടിരുന്നു? 2 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരുന്നു. ആമേൻ. ഇന്ന് നമ്മൾ പലക്കാലം തിരിച്ചറിയണം. നോക്കിക്കേ, ആ ഒരു അനുഭവം അവർക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹിക്കപ്പെട്ട രീതി ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്, ഇന്ന് ഞാൻ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറഞ്ഞതുമായ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ വായിച്ച വാക്യം തന്നെയാണ് ഞാൻ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഏതാണ്? ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചാൽ മതി. പരിശുദ്ധ പിതാവേ, വചനത്തിനായി നന്ദി പറയുന്നു. ദൈവം ഞങ്ങളോട് സഹായിക്കണമേ. കർത്താവ് ഞങ്ങൾ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വ്യക്തവും ഹൃദ്യമായി സംസാരിക്കണമേ. വചനമയച്ച് ഞങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് ഇഷ്ടവും പ്രസാദവും തോന്നണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചേ. ഈ ഭാഗം ഞാൻ ഇന്നലെ പറഞ്ഞു, അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ഒത്തിരി വെളിപ്പാടുകളുണ്ട്. വചനത്തിന്റെ മർമ്മങ്ങളുണ്ട്. അത് 2 കാര്യങ്ങളോടാണ് ദൈവം തരുന്നത്. ഒന്ന്, നമുക്ക് ആത്മീക ചൈതന്യം ഉണ്ടാകേണ്ടതിന് ദൈവം നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കും. 2, ഇരിക്കുന്ന കോൺഗ്രിഗേഷനോട് സംസാരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യും? ഇടപെടും. ഇങ്ങനെ 2 രീതിയിലാണ് ദൈവം ഇടപെടുന്നത്. എന്നെ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ദൈവജനവുമായിട്ടിരിക്കുമ്പോൾ ദൈവജനത്തിന് കൊടുക്കേണ്ട ദൂതുകൾ ആര് തരും? ദൈവം തരും. ആമേൻ. കാരണം നമ്മൾ തന്നെ ഓരോരുത്തരും ആരാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ ആരാണ്, എൻ്റെ ഡ്യൂട്ടി എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബോധം എനിക്കുണ്ടാവണം. ആമേൻ. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾ ആരാണ്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ദൈവത്തിന്റെ പ്ലാൻ എന്താണ് എന്ന് നമ്മൾ അറിയണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എങ്ങനെയാണ്? ക്രിസ്തുവിന് പകരക്കാരായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആരായിട്ടാണ് നിൽക്കുന്നത്? ക്രിസ്തുവിന് പകരക്കാരായിട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ, നമ്മൾ ആർക്ക് പകരക്കാരായിട്ട് നിൽക്കുക? ക്രിസ്തുവിന് പകരക്കാരായിട്ട് നിൽക്കുക. രക്തത്താൽ ജയം. ആമേൻ. ആർക്ക് പകരക്കാരായിട്ട് നിൽക്കുന്നത്? ക്രിസ്തുവിന് ആമേൻ പകരക്കാരായിട്ട് നിൽക്കുകയാണ്. രക്തത്താൽ. ഇന്ന് പകൽ നോക്കുക. അപ്പൊ നമുക്ക് ചെറിയ ഉത്തരവാദിത്തമാണോ? നിങ്ങൾ പറ. അല്ല, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആമേൻ. അപ്പോ നമ്മൾ ക്രിസ്തുവിന് പകരക്കാരായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിൽക്കേണ്ട സ്ഥാനത്ത് ആരെ നിർത്തിയിരിക്കുക? നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? നിർത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ആമേൻ. അപ്പൊ ഇന്ന് പകൽ ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. അതിലെന്തുള്ളവരായിരിക്കണം? ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആമേൻ. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒരു ഡ്യൂട്ടി ഉണ്ട്. ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്, നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എല്ലാവർക്കും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവരവർ ചെയ്യാൻ എന്താവണം? തയ്യാറാകുമ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ആര് വെളിപ്പെടുത്തുന്നത്? ദൈവം വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നലെ ജസ്റ്റ് തൊട്ട ഒരു വിഷയമാണിത്. ആമേൻ. ഇത് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വഴിച്ചു വരുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ നമ്മൾ കാണുക.
ആരാണ്? ഒരു യൗവനക്കാരൻ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എന്താണ്? നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോയി. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന ആമേൻ ആളുകൾ എന്താ പറഞ്ഞത്? ആമേൻ 25-ാമത്തെ 26-ാമത്തെ വാക്യം വായിച്ചോ. 18-26. അപ്പൊ യേശു പറഞ്ഞു, ധനവാനായ ഒരു മനുഷ്യൻ മടങ്ങിപ്പോയപ്പോൾ, പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി, കാരണം കാതലായ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട്. മടങ്ങിപ്പോയപ്പോൾ യേശു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ മനുഷ്യൻ മടങ്ങിപ്പോയത് ധനവാനായതുകൊണ്ടാണ്. വിറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഒത്തിരി ധനവാനായതുകൊണ്ട് അവൻ മടങ്ങിപ്പോയി. അപ്പൊ യേശു പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് പോലെയാണ് എന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. അത് കേട്ടവർ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് പറഞ്ഞത്? ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ കേട്ടതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾക്കുന്ന എല്ലാത്തിനോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? യേശു പറഞ്ഞു, ഒരു ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ആമേൻ. അതിനെ കഴിഞ്ഞ് പ്രയാസമാണെന്ന് പറയുമ്പോൾ അവർ കേട്ടവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയും? അപ്പൊ വേണമെങ്കിൽ യേശുവിന് തിരിച്ചു പറയേണ്ടത്, അങ്ങനെയാണ് ആരും രക്ഷിക്കപ്പെടത്തില്ല എന്ന് ആർക്ക് വേണേ പറയാം? യേശുവിന് പറയാം. പക്ഷെ യേശുവിന്റെ മറുപടി അവിടെ വ്യത്യസ്തമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചാണ് നമുക്ക് വേണ്ടി ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാനായിട്ട് പറ്റും? കേൾക്കുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഹല്ലേലൂയ, ആമേൻ. കേൾക്കുന്നതിനോട് എങ്ങനെ ആമേൻ പ്രതികരിക്കുന്നു? സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ടല്ലേ, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഏത്? ബാല മരിച്ചു എന്ന് പറയുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യേശു ആ വാക്ക് എന്ത് ചെയ്തില്ല? കാര്യമാക്കിയില്ല. എല്ലാവരുടെയും വാക്ക് കാര്യമാക്കാൻ പോയാൽ ഒരു കാര്യം എന്ത് ചെയ്യാൻ പോകുന്നില്ല? നടക്കാൻ പോകുന്നില്ല. കേട്ടോ? ഹല്ലേലൂയ. അപ്പം യേശുവിന് അവിടെ പറഞ്ഞു, ആമേൻ, യേശു ആ വാക്ക് എന്ത് ചെയ്തില്ല? കാര്യമാക്കിയില്ല. ആമേൻ. കിട്ടിയോ? ബാക്കി എത്രയാ? മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ജസ്റ്റ് എന്നിട്ട് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോവാം. ആമേൻ. അപ്പൊ പള്ളിപ്രമാണിയായ മനുഷ്യനാണ് ആര്? യായിറോസ്, അല്ലേ? ആ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് യേശു പോകുമ്പോൾ ആ കുഞ്ഞിനെ ഉയർപ്പിക്കാനാണ് ആര് പോകുന്നത്? യേശു പോകുന്നത്. ഉയർപ്പിക്കാൻ വേണ്ടി യേശു അങ്ങോട്ട് പോകുമ്പോൾ ആമേൻ, അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഇനി ഗുരുവിനെ എന്ത് ചെയ്യണ്ട? അസഹ്യപ്പെടുത്തേണ്ട. മകൾ എന്ത് ചെയ്തു? മരിച്ചുപോയി. ആമേൻ. ഇല്ലേ? നമ്മൾ പറയത്തില്ല ഇനി പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ഗുരുവിന് ഇനി എന്ത് അസഹ്യപ്പെടുത്തേണ്ട. മകൾ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അടുത്ത വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിനോട് യേശു എങ്ങനെയാ പ്രതികരിച്ചേ? നമ്മളാണ് മരിച്ചുപോയി, നമ്മൾ തിരിച്ചു പോവുക, അല്ലേ? അതല്ലേ നമ്മൾ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ യേശു ആ വാക്ക് വലിയ കാര്യമാക്കിയില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം എല്ലാ വാക്കിനും പ്രതികരിക്കാനും എല്ലാ വാക്കും കാര്യമാക്കാനും പോയാൽ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നില്ല? നടക്കാൻ പോകുന്നില്ല. ചില വാക്കുകൾ നമ്മൾ കേട്ടാലും അതിനെ നിസ്സാരമാക്കി തള്ളിക്കളയണം. പലരോടും പല കാര്യങ്ങൾ പറയുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലേ? നെഗറ്റീവായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ആ നെഗറ്റീവായ കാര്യങ്ങളെ ഓർത്തുന്ന പകൽ നീ ഭാരപ്പെടേണ്ട. യേശു ആ വാക്ക് എന്ത് ചെയ്തില്ല? കാര്യമാക്കിയില്ല. എന്നിട്ട് പള്ളിപ്രമാണിയായ മനുഷ്യനോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകൽ നോക്കുക, ചില വാക്കുകളും നമ്മൾ ആരും കാര്യമാക്കണ്ട. ആമേൻ. ഇവിടെ ഈ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നത് പോലെയാണ് ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോ കേട്ടവര് പറഞ്ഞു അത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ആമേൻ. യേശു പറഞ്ഞ അതേ കാര്യം കേട്ടവർ, യേശു അല്ലേ പറഞ്ഞേ, ഇനി അപ്പുറത്തേക്കൊന്നും ഇനി യേശു പറയാനായിട്ട്
പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ പറയുകയാണ്, 27-ാമത്തെ വാക്യം പറയുന്നു, 18-27 ലൂക്കോസ്, അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ആമേൻ. മനുഷ്യരാൽ അസാധ്യമായത് ആർക്ക് സാധ്യമാണ്? ദൈവത്താൽ സാധ്യമാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും മനസ്സിലാക്കണം, മനുഷ്യരാൽ അസാധ്യമായ കാര്യം ആർക്ക് സാധ്യമാണ്? ദൈവത്തിന് സാധ്യമാണ്. അത് കഴിഞ്ഞ് യെരിഹോവിലേക്ക് എത്തുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ ആദ്യം ഒരു ധനവാൻ വന്നു, മടങ്ങിപ്പോയി. ഇത് നിങ്ങൾ മനസ്സിലിരിക്കണം, അതാണ് അടുത്ത കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആമേൻ. ആ ധനവാൻ വന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ആമേൻ, മനുഷ്യരല്ല അസാധ്യം, ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദരിദ്രനായൊരു മനുഷ്യൻ വന്ന് വിടുതൽ പ്രാപിച്ചു. ആരായിരുന്നത്? ആമേൻ. കുരുടനായൊരു മനുഷ്യൻ വന്ന് വിടുതൽ പ്രാപിച്ചു പോകുന്നതാണ് അതിന്റെ മോളിൽ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് യേശു പറഞ്ഞ കാര്യം അവിടെ സംഭവിച്ചു. 19-ാം അധ്യായം 1-ാമത്തെ വാക്യം, അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ, അവിടെ എഴുതിയേക്കുന്ന എന്താ? ധനവാനുമായ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. കുറച്ചു മുമ്പ് യേശു പറഞ്ഞത്, ധനവാൻ ആമേൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കൊള്ളിലൂടെ കിടക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു. അത് കേട്ടവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആരും രക്ഷിക്കപ്പെടാൻ എന്തില്ല? സാധ്യതയില്ല. അപ്പോൾ യേശു അതിന് ഉടനടി മറുപടി പറഞ്ഞു, മനുഷ്യൽ അസാധ്യം, ദൈവത്താൽ എന്താണ്? സാധ്യമാണ്. ആ വാക്ക് 19-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നിറവേറുക. അവിടെ വന്ന മനുഷ്യന്റെ പേരെന്താണ്? സക്കായി. അവനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുക, ധനവാനായ മനുഷ്യൻ. ഇന്ന് പകൽ ദൈവം പറയുന്ന ചില വാക്കുകൾ കർത്താവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുക. ആമേൻ. ആ ധനവാൻ പോയപ്പോ ആ കേട്ട് നിന്നവര് യേശു പറഞ്ഞതിനോട് ബന്ധപ്പെടുത്തി തന്നെ അവര് പറഞ്ഞത്. അവര് പറഞ്ഞു, എന്താണ് ഇത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, എന്നാൽ ദൈവത്തിന് എല്ലാ കാര്യവും എന്താ? സാധ്യമാ. ഇന്ന് പകൽ ദൈവം സാധ്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ച് കാണിക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് ആമേൻ 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 താല്പര്യമുണ്ട്. മീരയോട് ദൈവത്തിന്റെ ആത്മാവെന്ന് പകല് പറയുന്നു, ആമേൻ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ച് കാണിക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് താല്പര്യമുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം നോക്കിക്കേ, 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ വന്ന മനുഷ്യൻ പോയപ്പോൾ 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ യേശു പറഞ്ഞ കാര്യം നടന്നു. എന്താ കാര്യം? മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ എന്താണ്? സാധ്യമാണ്. അതെന്റെ യേശു കാണിച്ചു കൊടുക്കുക. ആമേൻ. ഇങ്ങോട്ട് വന്നവൻ മടങ്ങിപ്പോയി. പക്ഷേ ആമേൻ സ്തോത്രം, ഒരുത്തൻ കാണാൻ വേണ്ടി മുമ്പോട്ട് ഓടുന്ന ഒരുത്തൻ. നോക്കിക്കേ, യേശു ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽ നോക്കിക്കേ, യേശു പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിവർത്തിക്കുക എന്നുള്ളത് ആരുടെ പരിപാടിയാണ്? യേശുവിന്റെ കാര്യമാണ്. അവിടെ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മനുഷ്യരാൽ അസാധ്യമാണ്, ദൈവത്താൽ സകലവും സാധ്യം. അപ്പൊ ഇത് കേട്ടപ്പോ അവരെന്തായിരിക്കും ചിന്തിച്ചത്? അടുത്തൊരു ധനവാൻ വന്നെന്ന് രക്ഷിക്കപ്പെടുമെന്ന് കാണട്ടെ. പക്ഷെ വന്നതാരാ? ഒന്നുമില്ലാത്തൊരു ദരിദ്രൻ. അപ്പോഴവര് പറഞ്ഞു, നോക്കിയേ, യേശു പറഞ്ഞ കാര്യം നടന്നിട്ടില്ല. ദൈവത്തിന് സകലതും എന്താണ്? സാധ്യമാണ് എന്ന് പറയുന്ന കാര്യം ഇതുവരെ നടന്നിട്ടില്ല. കാരണം ഒരു ദരിദ്രനായ ആമേ കണ്ണ് കാണാത്ത കുരുടനായ മനുഷ്യൻ വന്ന് വിടുതൽ പ്രാപിച്ചു പോയി. ആമേൻ. ആ വാക്ക് യേശു പറഞ്ഞ് ചില മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ആമേൻ കർത്താവ് ആ വാക്കവിടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പോവാ. അവിടെ അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എഴുതിയിരിക്കുന്നത്. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നൊരു പേരുള്ള ഒരു പുരുഷൻ. ആ പദമാണ് എനിക്ക് വേണ്ട അവിടെ, ധനവാനായ മനുഷ്യൻ. അപ്പൊ ധനവാൻ രക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. അത് കേട്ടവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, മനുഷ്യൽ അസാധ്യം, ദൈവത്താൽ എല്ലാം എന്താണ്? സാധ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ യേശു പറയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് ആരുടെ ആവശ്യമാ? നമ്മുടെ ആവശ്യമല്ല. പിന്നെ ആരുടെ ആവശ്യമാ? യേശുവിന്റെ ആവശ്യമാ. ഇന്ന് ഇതിന്റെ അകത്ത് ഞാൻ പറയാം, എന്നോടും നിങ്ങളോടും യേശു പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്റെ ആവശ്യമല്ല, പിന്നെ ആരുടെ ആവശ്യമാ? ദൈവത്തിന്റെ ആവശ്യമാണെന്ന് എത്ര പേര് ഇതിന്റെ അകത്ത് പകൽ വിശ്വസിക്കുന്നുണ്ട്? റീബാന ശന്തന റബൽ കമൻ എന്ന് പറഞ്ഞ ആത്മാവിൽ പറയാം, ഒന്ന് ഓർത്തെടുത്തേ. നിങ്ങളോട് ദൈവം പറഞ്ഞ പല കാര്യങ്ങളില്ലേ, അത് ദൈവം നിവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്കെന്ന് പകൽ വിശ്വസിക്കാൻ പറ്റും? ആത്മാവ് ഞാൻ ചോദിക്കുന്നതിന്റെ അകത്ത് എത്ര പേർക്കെന്ന് പകൽ ദൈവത്തിനോട് നന്ദി പറയാൻ പറ്റും? ഒന്നാഴത്തിൽ വിശ്വസിച്ചേ. യേശു പറഞ്ഞു, ധനവാൻ എന്ത് ചെയ്യണം? സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്ന ബുദ്ധിമുട്ടാ. അത് കേട്ടവർ പറഞ്ഞു, യേശു അല്ലേ പറഞ്ഞേ, പിന്നെ അതിന്റെ അപ്പുറത്ത് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ യേശു പറഞ്ഞു, ആമേൻ, മനുഷ്യൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. നോക്കിക്കേ, തൊട്ടടുത്ത് തന്നെ അടുത്ത അധ്യായത്തിന്റെ തുടക്കത്തിൽ ആര് വരിക? ഒരു ധനവാനായ മനുഷ്യൻ. സാധാരണ ധനവാൻ എന്നല്ല, നല്ല ധനവാനായിരുന്നു. ആര്? സക്കായി എന്ന് പറയുന്ന, സക്കായി എന്ന് പറയുന്നത് നല്ല ധനവാനായ ഒരു മനുഷ്യനാ. അപ്പൊ യേശു പറഞ്ഞ കാര്യങ്ങൾ യേശു പ്രൂവ് ചെയ്യും.
എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ആമേൻ. യേശു പറഞ്ഞ കാര്യങ്ങൾ ആര് പ്രൂവ് ചെയ്യും? ആമേൻ. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണ്ടേ? ആമേൻ പറയുന്നവർക്ക് വേണ്ടി ദൈവം പ്രൂവ് ചെയ്യും. ഇന്ന് പകൽ നിങ്ങളുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം, എങ്കിലേ കർത്താവ് പ്രൂവ് ചെയ്യത്തുള്ളൂ. നമ്മൾ നിർജീവമായിട്ടിരുന്ന കർത്താവ് എങ്ങനെ പ്രൂവ് ചെയ്യാനാ? അല്ലേ? പൗലോസ് ലുസ്ത്രയിൽ വചനം പ്രസംഗിക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭം മുതൽ കുരുടനായ ഒരു മനുഷ്യൻ, അല്ലേ, മുടന്തനായ ഒരു മനുഷ്യൻ വചനം കേട്ടോണ്ടിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തില്. ആമേൻ. പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് പ്രസംഗിക്കുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഒരു മനുഷ്യന്റെ മുഖത്ത് ഭയങ്കര വിശ്വാസം പൗലോസ് കാണുക. പറഞ്ഞു മനസ്സിലായോ? ഒരു മനുഷ്യന്റെ മുഖത്ത് എന്ത് കാണുക? ഭയങ്കര വിശ്വാസം. അന്നെന്ന് വെച്ചാൽ പൗലോസ് പറയുന്നത് ഇങ്ങനെ അങ്ങ് ഏറ്റെടുക്കുന്നത് ആര് കണ്ടു? പൗലോസ് കണ്ടു. അപ്പൊ പൗലോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ഇപ്പോൾ ഇവനോട് സൗഖ്യമാകാൻ പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? സൗഖ്യമാകും. അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. അവനെ നോക്കി പൗലോസ് പറഞ്ഞു, ആ നിമിഷം അവൻ എന്ത് ചെയ്തു? ആമേൻ. അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, അവർ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു, അവനെ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. പിന്നെ സൗഖ്യമാക്കുവാൻ അവന് വിശ്വാസമുണ്ടെന്ന് എങ്ങനെയാ കണ്ടത്? അവന്റെ മുഖത്ത് കണ്ടു. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വചനം കേൾക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും മുഖത്ത് സൗഖ്യമാകും, അല്ലെങ്കിൽ ഈ വചനം എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുണ്ടാകണം. ആ ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ആമേൻ. സൗഖ്യം പ്രാപിക്കാൻ ഒരു വിശ്വാസം ഉണ്ടെന്ന് പൗലോസ് കണ്ടു. പൗലോസിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയല്ല കണ്ടത്, അവന്റെ മുഖത്ത് നോക്കിയപ്പോ പൗലോസിന് മനസ്സിലായി ഈ വചനം അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും വേഗം ഇവന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ ഇവന്റെ വിഷയത്തിന്റെ മേലെ എന്ത് നടക്കും? അത്ഭുതകരമായ മറുപടി നടക്കുമെന്ന് പൗലോസിന് മനസ്സിലായതുപോലെ ഇതിന്റെ അകത്ത് നിർനിമോഷനായിട്ടിരിക്കാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആഴത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർക്ക് വേണ്ടി ഇന്ന് പകൽ സ്വർഗം പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. ഇന്ന് പകൽ യേശു നമ്മുടെ നടുവിലുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, യേശു എവിടെ ഉണ്ട്? സഭയുടെ നടുവിൽ കൂടെ കർത്താവ് നടക്കുന്നേ. 7 നക്ഷത്ര വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിലൂടെ കർത്താവ് ഇങ്ങനെ നടക്കുക. ഇന്ന് പല ആത്മാവിലൊന്ന് കണ്ടേ, നിന്റെ അടുത്ത് ആര് നിപ്പുണ്ട്? യേശു നിപ്പുണ്ട്. ഇന്ന് പകൽ നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് യേശു നിൽപ്പുണ്ട്. ഇന്ന് പകൽ അവൻ കാണുന്നത് പുറമേയുള്ള കാര്യം മാത്രമല്ല, നിന്റെ അകത്തെ വേദന. ഇന്ന് പകൽ യേശുവിന് അറിയാം കേട്ടോ, നിന്റെ ഹൃദയത്തിന്റെ ഭാരം ഇന്ന് പകൽ യേശുവിന് അറിയാം. ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥ ആർക്കറിയാം? യേശുവിനറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കേ. ആമേൻ. അവനെ നോക്കി പൗലോസ് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് എങ്ങനെ പറഞ്ഞു? ഉറക്കെ പറഞ്ഞു. ഈ പെന്തക്കോസ്തുകാരുടെ പ്രസംഗത്തെ കുറിച്ച് ചെറിയ എന്തൊക്കെയുണ്ട് പ്രശ്നങ്ങളുണ്ട്. അവർ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെയാന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, നീ എഴുന്നേറ്റ് ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുക, പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടോണ്ട് കഴിഞ്ഞപ്പോ അവനെ നോക്കിയിടാം, അവന്റെ അടുത്ത് ചെന്നിട്ട് എഴുന്നേക്കാൻ പറഞ്ഞാൽ പോരെ. പക്ഷെ പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? നിവർന്നു നിൽക്കാന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇന്ന് പകൽ എന്തിനെത്ര ഉറക്കെ പ്രസംഗിക്കുന്നത്? എന്തിനാ ഇന്ന് പകൽ എന്തിനാ ഇത്ര വചനം ഇത്ര സ്ഫുടമായിട്ട് ഉറക്കെ പറയുന്നതിന് കാര്യം എന്നറിയാമോ? ഈ വചനത്തിന് ശക്തിയുണ്ട്. അത് നിന്റെ ശരീരത്തിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ അത്ഭുതകരമായ ചില വിടുതലുകൾ ഇന്ന് പകൽ വ്യാപരിക്കും. ദൈവപ്രവർത്തികൾ ഇതിന്റെ അകത്ത് വെളിപ്പെടും. സ്വർഗം ഇതിന്റെ അകത്ത് ഇറങ്ങി വരും. ഒന്ന് റിസീവ് ചെയ്തേ. ഒന്ന് മൗനമായിരിക്കാവുന്ന കരങ്ങളൊക്കെ ഒന്ന് അടിച്ചെന്റെ യേശുവിന് സ്തോത്രം പറഞ്ഞേ. ആമേൻ. പൗലോസ് എന്തുകൊണ്ട് അവനോട് പറഞ്ഞേ? അവന് വിശ്വാസം ഉണ്ടെന്ന് പൗലോസിന് മനസ്സിലായതുകൊണ്ടാ പറഞ്ഞേ കേട്ടോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇതിന്റെ അകത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എന്തിനാണ് നാളത്തേക്ക് നിങ്ങളുടെ വിഷയം വെക്കുന്നേ? ഇന്ന് പകൽ ഇതിന്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ യേശുവിനെ എന്നെ വിടുവിക്കാൻ പറ്റുമെന്നൊന്ന് പറ. നിന്റെ രോഗങ്ങൾ ഇന്ന് പകൽ സൗഖ്യമാക്കാൻ പറ്റുമെന്ന് പറ.
ഇന്ന് പകൽ അന്ധകാര ശക്തിക്ക് നിന്റെ ഭവനത്തെ തൊടാൻ പറ്റത്തില്ലെന്ന് പറ. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേർക്ക് ഇതിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവര് മാത്രം ഒരു ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ എന്റെ യേശുവിന് സ്തോത്രം ചെയ്തു. ആമേൻ. അപ്പോ യേശു പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യേണ്ടത് ആരുടെ ആവശ്യമാണ്? യേശു പറഞ്ഞു ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്ന പ്രയാസമാണെന്ന് പറഞ്ഞപ്പോ കേട്ടവർ പറഞ്ഞു ശരി, നീ പറഞ്ഞാൽ പിന്നെ അപ്പുറത്തില്ലല്ലോ. പറഞ്ഞാരാ? യേശു അല്ലേ? പക്ഷെ യേശു പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, മനുഷ്യർ അസാധ്യമാണ്, ദൈവത്തിന് എന്താണ് സാധ്യമാണ്. ഏത് ധനവാനെ അകത്ത് കയറ്റാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റുമെന്ന് യേശു പറഞ്ഞു കഴിഞ്ഞ് ആമേൻ. ഒരു ദരിദ്രം വന്നു. ദരിദ്രം വന്നപ്പോൾ ആൾക്കാർ എന്താ പറയുന്നത്? ദരിദ്രന്മാര് കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല, യേശു പറഞ്ഞിട്ടില്ല. പക്ഷെ അടുത്ത ധനവാൻ വരുക. ആമേൻ. ആദ്യത്തെ ധനവാൻ ഇങ്ങോട്ട് വന്ന ധനവാന അല്ലേ? ആദ്യ ധനവാൻ ഇങ്ങോട്ട് വന്നതാ, അല്ലെങ്കിൽ അന്വേഷിച്ചു വന്നതാ. ആമേൻ. നോക്കുക, അടുത്ത ആളാരാ? ആമേൻ. അവനും യേശുവിനെ കാണാൻ വേണ്ടി ഭയങ്കര റിസ്ക് എടുക്കുന്ന ഒരു ധനവാനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആമേൻ. നോക്കുക, ആദ്യത്തെ ധനവാനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അവന്റെ പരിപാടി കൈ നനയാതെ ഇതാൻ്റെ ഉള്ളവണി ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ പറഞ്ഞു ആന്റി, ധൈര്യമായിട്ട് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് ആമേൻ, അവന്റെ പരിപാടി എന്തുവാ? കൈ നനയാതെ മീൻ പിടിക്കാന്നുള്ളതാ. സക്കായിയുടെ പരിപാടി അതല്ല. ആമേൻ. എങ്ങനെയും ഒരു വിടുതൽ പ്രാപിക്കാന്നുള്ളതാ. ഇന്ന് പകൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. ആദ്യം വന്ന ധനവാനെ സംബന്ധിച്ച് അവൻ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ട് അങ്ങ് മടങ്ങി പോവാന്നുള്ളതാണ്. പക്ഷെ രണ്ടാമത്തെ ആ ധനവാൻ അതല്ല. അവന് ആമേ ചിലത് വിടുതൽ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. അവൻ ഇങ്ങനെ പോയാ പറ്റത്തില്ല. എന്റെ ജീവിതത്തിൽ എനിക്കൊരു വിടുതൽ വേണം. പക്ഷേ ഈ രണ്ടാമത് വന്ന ധനവാന് മെറ്റവനെ കഴിഞ്ഞും പ്രശ്നമുണ്ട്. എന്തുവാ പ്രശ്നം? അവന്റെ പ്രശ്നം എഴുതിയേക്കുന്ന എന്താ? രണ്ട് പ്രശ്നമുണ്ട്. അവൻ എന്താ? ഒരു പ്രശ്നമുണ്ട്. അവന്റെ പ്രശ്നം എന്താ? വേഗം പറഞ്ഞേ. അങ്ങനെയാണോ എഴുതിയേക്കുന്നേ? എങ്ങനെയുള്ളത് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ ആരായിരുന്നു? കുറിയവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ധനവാന് യേശുവിനെ കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അല്ലേ? ഇപ്പൊ വന്നിരിക്കുന്ന ഈ ധനവാന് സക്കായിക്ക് യേശുവിനെ കാണാൻ എന്തുണ്ട്? തടസ്സങ്ങളുണ്ട്. ആമേൻ. തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇവൻ വിട്ടുകൊടുക്കാൻ എന്തല്ല? തയ്യാറല്ല. ഇന്ന് പകൽ സാഹചര്യമുള്ളവന്മാരൊക്കെ പിന്മാറിപ്പോയാലും ഒരു സാഹചര്യവും ഇല്ലാത്തവര് വന്ന് വിടുതൽ പ്രാപിക്കാൻ പോവുക. നിങ്ങൾ നോക്കിയാൽ ദൈവസഭയ്ക്കാൻ സംഭവിക്കാൻ വേണ്ടി പോവുക. ഈ ദിവസങ്ങളിൽ തടസ്സങ്ങൾ ഉള്ളവര് വരാൻ പോവുക, പ്രതികൂലങ്ങൾ ഉള്ളവര് വരാൻ പോവുക, പ്രതിസന്ധികൾ ഉള്ളവര് വരാൻ പോവുക. അവര് വന്ന് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കാനായിട്ട് പോവുകയാ. ആമേൻ. സേതു സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് അങ്കിള് പറഞ്ഞ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ അല്ലേ? സാധാരണ ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് വന്ന് സ്നാനപ്പെടാൻ എളുപ്പമാ. പക്ഷേ എല്ലാ കാര്യങ്ങളും തനിക്ക് അഗനസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ അകത്തൊരു ബോൾഡ് ഡിസിഷൻ ആരെടുത്തിരിക്കുകയാണ്? സേതു എടുത്തേക്കുക. അപ്പൊ നമ്മൾ കൂടെ നിൽക്കണ്ടേ? നമ്മളെല്ലാവരും കൂടെ നിൽക്കണം. എന്തായാലും സ്നാനത്തിന് കുറെ പേരുണ്ടായിരുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പൊ നോക്കിക്കേ, ആദ്യം വന്നത് ധനവാന് വലിയ പ്രശ്നമൊന്നുമില്ല. അവനോട് ആകെ പറഞ്ഞത് നിനക്കുള്ളത് വിറ്റാർക്ക് കൊടുക്കാൻ പറഞ്ഞു. ദരിദ്രന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് എവിടെ പോകാം? നിത്യരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞു. നോക്ക്, ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവൻ എന്തുണ്ട്? തടസ്സമുണ്ട്. അപ്പൊ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞിരിക്കാൻ എളുപ്പമുള്ളവനാണ് ആര്? ഈ ധനവാൻ. പക്ഷെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിന് ഒരു കാര്യം എന്തല്ല? അസാധ്യമല്ല. ആ വാക്കിന്റെ പൂർത്തീകരണമാണ് 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പം വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അപ്പം എങ്ങനെ ഒന്നുള്ളവനൊന്ന് കാണാൻ രണ്ട് കുഴപ്പമുണ്ട് അവന്. ഒന്നെന്താണ്? പൊക്കമില്ല. രണ്ട്, പുരുഷാര നിമിത്തം പറ്റുന്നില്ല. ആമേൻ. രണ്ട് തടസ്സമുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു എന്താ പറയുക, ഒരു മുറി തടസ്സം മതി ഇല്ലേ? ആമേൻ. ഇല്ലേ? ആമേൻ. പക്ഷേ ഇവന് രണ്ട് തടസ്സമുണ്ട്. ആരെ കാണാൻ? യേശുവിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണെങ്കിലും തടസ്സങ്ങളുണ്ട്.
ഇന്ന് പകൽ ഞാൻ പറയട്ടെ, തടസ്സങ്ങളെ നോക്കിയിരുന്നാൽ ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല. ആമേൻ. തടസ്സങ്ങളെ അല്ല നോക്കേണ്ടത്, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കുന്ന പകല്. അപ്പൊ ദൈവം നിനക്കൊരു വഴി കാണിച്ചു തരാൻ വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ആലോചന പറയുക കേട്ടോ. ആമേൻ. ഇവനെ നോക്കുമ്പോ ആകെയുള്ള പെട്ടെന്ന് നമ്മൾ ചിന്തിച്ച ദൈവം നമുക്ക് ബുദ്ധി തരും. തടസ്സമല്ലെന്ന് ഓർത്തുകൊണ്ട് ആമേൻ പുതപ്പും മുടച്ച് കടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. ഒരിക്കലും രക്ഷപ്പെടുന്നു സ്വപ്നത്തിൽ പോലും എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. ആമേൻ. 2 തടസ്സം ഉണ്ടായി. ഇവര് 2 തടസ്സമുണ്ട്. ഒന്ന് അവന്റെ കുഴപ്പമാ, മറ്റ് നാട്ടുകാരുടെ കുഴപ്പമാ. ഒന്ന് പേഴ്സണൽ കുഴപ്പം, 2 മറ്റുള്ളൊരു മുഖാന്തരമുള്ള കുഴപ്പം. ആമേൻ. ശരി, കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന് അവന്റെ കുഴപ്പം, മറ്റുള്ളവരുടെ കുഴപ്പമാണ്. മറ്റുള്ളവരെന്ത് ചെയ്യുക, യേശുവിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുള്ളനായിരിക്കുന്ന, കുറിയവനായിരിക്കുന്ന, പൊക്കമില്ലാത്ത സക്കായിക്ക് യേശുവിനെ കാണാനായിട്ട് പറ്റത്തില്ല. വിടുതൽ പ്രാപിച്ചവരൊക്കെ റിസ്ക് എടുത്തവരാ കേട്ടോ, അല്ലേ? രക്തസ്രാവക്കാരി പറഞ്ഞ എന്താണെന്നറിയാമോ? എന്തായാലും അവന്റെ ശരീരം തൊടാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ ജനത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാനൊരു രക്തസ്രാവക്കാരിയായ സ്ത്രീ ആയതുകൊണ്ട് എന്നെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അടുപ്പിക്കത്തില്ല. പക്ഷെ അവള് പറഞ്ഞു, ഈ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാ സൗഖ്യം വരും. ആമേൻ. റിസ്ക് എടുത്തവരെ വിടുതൽ പ്രാപിച്ചിട്ടുള്ളൂ. ആമേൻ. ഇന്ന് പകൽ വിടുതൽ വേണമെങ്കിൽ അല്പമൊക്കെ റിസ്ക് നമ്മൾ എടുത്തേ പറ്റൂ. അല്ലാതെ വെറുതെ നമ്മൾ റിസ്ക് എടുക്കാതെ ആമേൻ എന്തെടുക്കാൻ പറ്റത്തില്ല, വിടുതൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ സക്കായിക്ക് 2 തടസ്സം. ഒന്ന് അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈ പേഴ്സണൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടാൻ പറ്റുമോ? ഇല്ല. ഈ പേഴ്സണൽ പ്രോബ്ലത്തിന് പല വ്യത്യാസങ്ങളുണ്ട്. ചില പേഴ്സണൽ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന എന്തുവാ മാറ്റാം. ഈ മാറ്റാൻ പറ്റാത്ത ചില പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ആമേൻ. എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ മാറ്റാൻ പറ്റുന്ന പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്, മാറ്റാൻ പറ്റാത്ത പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്. ഈ സക്കായിയുടെ പേഴ്സണൽ പ്രോബ്ലം മാറ്റാൻ പറ്റുന്നതാണോ? അല്ല. ആമേൻ. ഓൾറെഡി അങ്ങനെ ജനിച്ചതുകൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നെ ഒരു 5, 6, 5, 8 ആക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കത്തില്ല. നിനക്കുള്ള മാറ്റാൻ പറ്റാത്ത ചില പേഴ്സണൽ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു സൊല്യൂഷൻ ആര് തരും? ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. ഈ സക്കായിയുടെ പേഴ്സണൽ പ്രോബ്ലം മാറ്റാൻ പറ്റുന്നതാണോ? അല്ല. അപ്പന് മാറ്റാൻ പറ്റുമോ? ഇല്ല. അമ്മയ്ക്ക് മാറ്റാൻ പറ്റുമോ? കൂട്ടുകാർക്ക് മാറ്റാൻ പറ്റുമോ? ഇനി പേഴ്സിലെ കാശ് കൊണ്ട് മാറ്റാൻ പറ്റുമോ? നോ. പക്ഷേ സക്കായിക്ക് ഒരു കാര്യം അറിയാം, യേശുവിനെ കാണുന്നതിന് ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ ആരെ കണ്ടിരിക്കും? യേശുവിനെ കണ്ടിരിക്കും. ആമേൻ. ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ സക്കായി പറയാടാ, ഞാൻ എന്റെ അടുത്ത് വന്ന് പറയാന്ന് വിചാരിക്കും, പാസ്റ്റർ ബോസ്. ആമേൻ. എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ആമേൻ. എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് എന്തില്ല? പൊക്കമില്ല. ഞാൻ എന്ത് പറയും? ഞാൻ പറയും, ഒരു സ്റ്റൂൾ കൂടെ മേടിച്ചു തരാം, അല്ലേ? ആമേൻ. ഹല്ലേലൂയ. അപ്പൊ കാരണം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ സക്കായി വന്ന് പറയാ, എനിക്ക് യേശുവിനെ കാണാൻ പോകണം, ഒരു നല്ല ഉടുപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ 2 ഉടുപ്പ് കൊടുക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ? ആമേൻ. അല്ല, എനിക്ക് വേറെ എന്തെങ്കിലും, എനിക്കൊരു വണ്ടി വേണം, എന്നെ ഒന്ന് യേശുവിനെ കാണാൻ പോകാൻ ഒരു വണ്ടി വേണമെന്ന് എന്നോട് വന്ന് സക്കായി പറഞ്ഞാൽ ഇന്നോവയുടെ ചാവി 2 പ്രാവശ്യം ആർക്കെടുത്ത് കൊടുക്കും? സക്കായിക്ക് എടുത്ത് കൊണ്ടുപോയിക്കോളാൻ പറയും. യേശുവിനെ കാണാനല്ലേ, നീ വണ്ടി തിരിച്ചു തന്നില്ലേലും എന്ത് കുഴപ്പമില്ല, ആമേൻ എന്ന് പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ ചാവി എടുത്ത് കൊടുക്കും. ഇപ്പൊ ഇവൻ വന്ന് പറയുന്നത്, എനിക്ക് എന്തില്ല? പൊക്കമില്ല. എന്നാ ചെയ്യും? ഞാന് ചവിട്ടി നിർത്താൻ പറ്റുമോ? ആമേൻ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സൊല്യൂഷൻ പറയാത്ത പേഴ്സണൽ പ്രോബ്ലങ്ങളുണ്ട്. ആമേൻ. അങ്ങനെയുള്ള പ്രോബ്ലങ്ങളെ എവിടെ കൊണ്ടുവരണം? ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇന്ന് പകൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത ഏത് പ്രശ്നത്തെയും ആര് സോൾവ് ചെയ്യും? യേശു സോൾവ് ചെയ്യും. ആമേൻ. അതിന് എന്തെടുക്കണം എന്നാ ഞാൻ പറഞ്ഞത്? റിസ്ക് എടുക്കണം. ആമേൻ. അപ്പൊ പേഴ്സണൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്. ആമേൻ. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്. അപ്പൊ സക്കായിയുടെ പേഴ്സണൽ പ്രോബ്ലം എന്താ? സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം. ആമേൻ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം എബ്രഹാം പാസ്റ്റർ ഒരു മെസ്സേജ് കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരൻ പറയാണ്, ആമേൻ, ഒരിക്കൽ പുള്ളി പട്ടാളത്തിൽ ചേരാൻ വേണ്ടി പോയി. പട്ടാളത്തിൽ എബ്രഹാം എന്ന് പറഞ്ഞ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പട്ടാളത്തിൽ ചേരാൻ പോയി. പട്ടാളത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ഹൈറ്റ് എന്ത് ചെയ്യും?
ടെസ്റ്റ് ചെയ്യും, ഹൈറ്റ് ടെസ്റ്റ് ചെയ്യും. അതിനൊരു ഒരു സംഭവം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോയാൽ നമ്മളെ പട്ടാളത്തിൽ നിന്ന് എന്ത് ചെയ്യും? മാറ്റും. അതിൻ്റെ ഒപ്പം തല ചിപ്പ് ഇതാണ് കെട്ടിയേക്കുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോയാൽ നമുക്ക് എന്തില്ല, പൊക്കമില്ല. പക്ഷെ ഇതിൻ്റെ കറക്റ്റ് ഹൈറ്റ് അങ്ങനെ അവർ ചെക്ക് ചെയ്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയത്തില്ല. ആമേൻ. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു എവിടെ ചേരണമെന്ന്, പട്ടാളത്തിൽ ചേരണമെന്ന്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം ആ ടെസ്റ്റിന് പോയി. പക്ഷെ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്. ആമേൻ. എല്ലാവരും ഇങ്ങനെ ചെന്ന് ആമേ കയറിന്റെ ഇങ്ങനെയൊക്കെ എല്ലാവരും നെറ്റി നിൽക്കുന്നത്. പുള്ളി എന്നപ്പോ പുള്ളി ഇതിന് അടിയിൽ കൂടെ അങ്ങ് പോയി. ആമേൻ. പുള്ളി പറയാ, എനിക്ക് വീട്ടിൽ വന്നിട്ട് എൻ്റെ അപ്പനോടും അമ്മയോടും ഭയങ്കര ദേഷ്യം തോന്നി. ആമേൻ. എന്നെ എന്തിനാ ഇത്ര പോലെ സൃഷ്ടിച്ചത്? ഹല്ലേലൂയ. പുള്ളി പറയാണ്, ആമേൻ. കുറച്ച് കഴിഞ്ഞപ്പോ ഫോട്ടോയ്ക്കകത്ത് നോക്കുമ്പോ ഉണ്ടല്ലോ, അപ്പന് പുള്ളിയെ കഴിഞ്ഞ് പൊക്കം കുറവാ. അന്നേരം പുള്ളി പറയാ, പിന്നെ എനിക്ക് എങ്ങനെ പൊക്കം ഉണ്ടാകാനാ? പക്ഷെ പുള്ളി പറഞ്ഞൊരു ദൂതനകത്തുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? അന്ന് ആമേൻ സ്വത്രം ഇതിന്റെ അടിയിൽ കൂടെ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ കാശ്മീരിൽ എന്തെങ്കിലും തോക്ക് പിടിച്ചുകൊണ്ട് നിന്നേരം. ഇതിന്റെ അടിയിൽ കൂടെ പോയത് കൊണ്ട് ദൈവ വചനവും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ചില കുറവുകൾ അനുഗ്രഹമാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ ആമേൻ പറയാൻ പറ്റും? ചില കുറവുകൾ ഈ പകൽ എന്തായിട്ട് മാറട്ടെ, അനുഗ്രഹമാണ്. ഇന്ന് പകൽ ചില കുറവുകളെ നോക്കി നീ ഭാരപ്പെടരുത്. ചില കുറവുകൾ ഈ പകൽ എന്താണ്, അനുഗ്രഹമാക്കി മാറ്റാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഇന്ന് അദ്ദേഹം ലോകത്തിൽ പോകാത്ത രാജ്യങ്ങളില്ല. ആമേ പ്രസംഗിക്കാത്ത സ്റ്റേജുകളില്ല. ലോകത്തിൽ കാണാത്ത രാജ്യങ്ങളില്ല. ആമേ അദ്ദേഹം പറയാ, അന്നെങ്ങാൻ പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് അദ്ദേഹം എൻ്റെ അപ്പനെ ഞാൻ നന്ദി പറയാ. കാര്യം എന്നറിയാമോ? പൊക്കം ഇല്ലാത്തത് കൊണ്ട് ദൈവം എന്നെ സഹായിച്ചെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കഥ എൻ്റെ ഉള്ളിലേക്ക് വരിക. ഉള്ള കാര്യമായിട്ടോ അത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആമേ പേഴ്സണൽ പ്രോബ്ലംസ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ പ്രോബ്ലം, രണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പേഴ്സണൽ പ്രോബ്ലം. പക്ഷെ റിസ്ക് എടുത്താൽ എല്ലാം കർത്താവ് സോൾവ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ആമേൻ. ഇവൻ രണ്ട് പുരുഷാരം നിമിത്തം യേശുവിന്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നടക്കുമല്ലേ. ഒരാൾ പോലും യേശുവിനെ മറ്റുള്ളവർ തൊടാൻ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. അത്രമാത്രം യേശുവിനോട് എന്തുണ്ട്, വൈകാരികമായൊരു അടുപ്പമുണ്ട്. പിന്നെ സക്കായി ഇങ്ങനെ ചിന്തിച്ചു, എനിക്കെങ്ങനെ യേശുവിനെ കാണാൻ പറ്റും? നമ്മൾ എങ്ങനെ കാണാതിരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ സക്കായി ഇരുന്ന് ചിന്തിക്കുക, എങ്ങനെ കാണാൻ പറ്റും. അവന് വേണേ പറയത്തില്ല, ദൈവമേ നിന്നെ ഞാൻ കാണുന്നില്ല, കാരണം നീ എന്നെ എന്തിനെ ഇത്രയും ആക്കി സൃഷ്ടിച്ചത്, നീ എന്ന് വേണമെങ്കിൽ ആർക്ക് പറയാം? സക്കായിക്ക് പറയാം, അല്ലേ? എനിക്ക് സൗകര്യമില്ല കാണാൻ, കാരണം എനിക്ക് ആ അപ്പുറത്തെ വീട്ടിലെ തോമാച്ചപ്പുറം പൊക്കോണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ നിന്നെ വന്ന് കണ്ടേനെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാനത് പറഞ്ഞതിൻ്റെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. അപ്പോ ആമേൻ, എങ്ങനെ പറയാതിരിക്കുന്നെന്ന് പറ. ആമേൻ, പോട്ടെ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ നോക്കുക, ഈ രണ്ട് പ്രശ്നവും സക്കായിക്ക് സോൾവ് ചെയ്തേ പറ്റൂ. അതിന് സക്കായി ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും യേശു ഇതിലല്ലേ വരുന്നേ. എന്നിട്ട് സക്കായി വിചാരിച്ചു, ഒരു കാട്ടത്തി മരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം. ഈ കാട്ടത്തിയെ കഴിഞ്ഞ് പൊക്കമുള്ളവനൊന്നും ആരുടെ കൂടെ കാണത്തില്ല. ആരുടെ കൂടെ കാണത്തില്ല? യേശുവിന്റെ കൂടെ കാണത്തില്ല. അപ്പം അവൻ ചിന്തിച്ചപ്പോൾ ശരിയാ, രണ്ട് പ്രശ്നവും സോൾവ് ആകും. പേഴ്സണൽ പ്രോബ്ലം സോൾവ് ആകും, പുരുഷാര മുഖാന്തരമുള്ള പ്രശ്നം എന്ത് ചെയ്യാൻ പോവാ? രണ്ട് പ്രശ്നവും സോൾവ് ആകാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത അവന്റെ അകത്ത് വന്നു. പക്ഷെ പുള്ളി ജീവിതത്തിൽ മരത്തെ കയറിയിട്ടില്ല. കാരണം നല്ല സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജനിച്ചത് കൊണ്ട് മരത്തെ കയറേണ്ട ഗതികേട് ആർക്ക് വന്നിട്ടില്ല? സക്കായിക്ക് വന്നിട്ടില്ല. ആമേ ടാക്സ് കമ്മീഷണർ എന്നാണ് ആമേ ചില വേർഷനിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉള്ള കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടും ഇഷ്ടംപോലെ പൈസ ഉള്ളത് കൊണ്ടും മരം കയറേണ്ട ഗതികേട് ഇന്നുവരെ ആർക്ക് വന്നിട്ടില്ല? സക്കായിക്ക് വന്നിട്ടില്ല. പക്ഷെ സക്കായി ഒരു കാര്യം തീരുമാനിച്ചു, എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ കയറുക. ആരെ കാണും എനിക്ക്? അതാ ഞാൻ പറഞ്ഞ റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് സക്കായി അവിടെ നിന്ന് അങ്ങോട്ട് കയറുവാണോ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒന്നാറെ അവൻ മുമ്പോട്ടോടി. കാരണം മുമ്പോട്ടോടിയെങ്കിൽ മാത്രമേ യേശു വരുന്നതിന്റെ മുമ്പ് അവിടെ പോയി അവൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങൾ റിസ്ക് എടുത്താലേ നടക്കത്തുള്ളൂ. മുമ്പോട്ടോടണമെങ്കിൽ മുമ്പോട്ടോടണം. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് യേശുവിനെ കാണാമെന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. നിൽക്കുന്ന സ്ഥലമൊക്കെ അങ്ങ് വിട്ടു പോണതേ. ആമേ, ഒന്ന് മുമ്പോട്ടൊന്ന് ഇറങ്ങിക്കേ. ദൈവം നിന്റെ വീട്ടിൽ വന്ന് നിന്നോട് സംസാരിക്കും. നിന്റെ വീടിന്റെ അകത്ത് വന്നവൻ നിന്നോട് ഇടപെടും. ഇന്ന് പകൽ ആമേൻ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒന്നും പറഞ്ഞിരിക്കരുത് ആരും. ആമേൻ. ഇവനിങ്ങനെ മുമ്പോട്ട് പോയി, ഒരു കാട്ടത്തി കണ്ടു, അതേ കയറി.
അതേ കയറി ഇങ്ങനെ ഇരിക്കുക. ഈ കാട്ടത്തി മരത്തിന്റെ ഇലയൊക്കെ വലിയ ഇല എന്നാ പറയുന്നത്. ആമേൻ. അതിന്റെ അകത്ത് അത് ഒരു ഇതിൽ അവൻ കയറി, ബന്ധപ്പെട്ട് കയറി, അല്ലെ ബന്ധപ്പെട്ട് ഇറങ്ങിയെന്നാണോ കയറിയെന്നാണോ? ആമേൻ. ബന്ധപ്പെട്ട് ഇറങ്ങി. ആമേൻ. അപ്പോ ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും കയറിയതും. അങ്ങനെ കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് ആര് കയറി? സക്കായി എവിടെ കയറി? കാട്ടത്തിയുടെ മരത്തിന് മുകളിൽ കയറിയിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. സക്കായിയുടെ ചിന്ത, ആദ്യമേ സക്കായി പറഞ്ഞു, എനിക്ക് യേശുവിനെ കണ്ടാ മതി, യേശു എന്നെ എന്ത് ചെയ്യണ്ട, കാണണ്ട. യേശു എങ്ങനെ ഉള്ളവനെന്ന് കണ്ടാ മതി. അല്ലാതെ യേശുവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിന് സക്കായിക്ക് എന്തില്ല? ആഗ്രഹമില്ല. ഒന്ന് കണ്ടാ മതി, എന്നിട്ട് നാളെ പോയിട്ടിരുന്ന് പറയാം എല്ലാവരും, ഞാൻ ഇന്നലെ യേശുവിനെ കണ്ടു, പുള്ളി എന്നെ കണ്ടില്ല, പുള്ളി വലിയ ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മരത്തിന്റെ മുകളിൽ ഇരുന്നപ്പോൾ എന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയാനാണ് പുള്ളി ശരിക്കും പ്ലാൻ ചെയ്തത്. ആമേൻ. ഇത്ര വലിയ ദൈവമാണെങ്കിൽ ഞാൻ എല്ലാവരുടെ മറവി ഇരിക്കുന്ന കണ്ടിട്ട് എന്നെ വിളിച്ചിറക്കണ്ടായിരുന്നോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ പറയാനാണ് പുള്ളി അവിടെ കയറിയിരുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയാനുള്ള പരിപാടിയാണെന്നുള്ള കാര്യം നേരത്തെ ആർക്കറിയാം? ആർക്കറിയാം? യേശുവിനറിയാം. നാളെ എന്തെല്ലാം പരിപാടിയാ പറയാൻ പ്ലാൻ ചെയ്തേക്കുന്നൊക്കെ ഉള്ള പരിപാടി ഇന്ന് രാവിലെ ആർക്കറിയാം? അതൊക്കെ ചിലത് ഇവിടെ പൊളിച്ചോണ്ടിരിക്കുന്ന കർത്താവ്. ആമേൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. അപ്പൊ സക്കായിക്ക് ഇങ്ങനെ വന്ന് ആമേൻ പറയാനുള്ള താല്പര്യത്തിൽ സക്കായി ഓടിപ്പോയി മരത്തിൽ കയറി. യേശു ആ വഴിക്ക് വരികയായിരുന്നു. അടുത്ത വാക്യം ഒന്ന് കാണിച്ചേ. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ. ഇപ്പൊ സക്കായി കുറെ ദൂരെ നേരെ കാണാം, യേശുവിനെ കാണാം. കാരണം മുകളിൽ ഇപ്പൊ സക്കായി മാത്രമേ ഉള്ളൂ. ആമേൻ. ഇപ്പൊ സക്കായി ഇങ്ങനെ യേശുവിനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ മുടി, യേശുവിന്റെ താടി, യേശുവിന്റെ കണ്ണ്, യേശുവിന്റെ ഹൈറ്റ്, യേശുവിന്റെ വസ്ത്രം, ഇതെല്ലാം ആര് നോക്കിക്കൊണ്ടിരിക്കുക? ഇന്നായിരുന്നെങ്കിൽ സക്കായി ഡിഗ്രി എന്ന് പറഞ്ഞ് സെൽഫി അല്ലെങ്കിൽ ഫോട്ടോ എടുത്തേനെ. പക്ഷെ അന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല. ആമേൻ. ആമേൻ. എന്തായാലും സക്കായി ഇതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ യേശു വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുക. ആമേൻ. ഇപ്പൊ കഷ്ടപ്പെട്ടാലും സക്കായിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഒന്ന് കണ്ടാ മതി എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ സക്കായി ഇരിക്കുക. ആമേൻ. അപ്പൊ യേശു ഇങ്ങനെ അങ്ങ് പോവുക. അപ്പൊ സക്കായി വിചാരിച്ചു, യേശു പോകുമ്പോ എനിക്കും ഇറങ്ങി വീട്ടിൽ പോവാം. ആമേൻ. യേശു പോകുമ്പോ എനിക്കും ഇറങ്ങി അവിടെ പോവാം, വീട്ടിൽ പോകാം. അങ്ങനെ വീട്ടിൽ പോകാനുള്ള പരിപാടി യേശു ചെയ്തിട്ടില്ല. ഇതിനകത്തിരിക്കുന്ന ഒരെണ്ണത്തിന് യേശുവിനെ വിട്ട് വീട്ടിൽ പോകാൻ കർത്താവ് എന്ത് ചെയ്യത്തില്ല? പറയുന്ന ദൂത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകല് നിന്റെ വീട്ടിലോട്ട് കർത്താവ് വരാൻ പോവാ. ഇന്ന് പകല് എന്തിനാണെന്നറിയോ? നിന്റെ വീട്ടിലൊന്ന് വന്ന് നിന്നോട് കൂടെ പാർക്കാൻ ഈ പകലന്റെ യേശുവിന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോ താഴോട്ട് അല്ലെങ്കിൽ താഴെ വന്നു ആര്? യേശു. അപ്പൊ സക്കായിക്ക് അറിയാം യേശു നേരെ അങ്ങ് പൊക്കോളൂ. ആമേൻ. അപ്പൊ ഞാൻ യേശുവിനെ കണ്ടെന്നു ആയി, കാര്യമൊക്കെ എനിക്ക് നടന്നു. പക്ഷേ അവിടെ എത്തിയപ്പോ യേശു മേലോട്ട് നോക്കി. ആമേൻ. ആ സ്ഥലത്തെത്തിയപ്പോ യേശു എങ്ങോട്ട് നോക്കി? മേലോട്ട് നോക്കി. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന യേശു കണ്ടിട്ടില്ല. അവന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ ആർക്കും അറിയില്ല. അവൻ മരത്തെ കയറിയതാരും കണ്ടിട്ടില്ല. ഇനി ഒരുപക്ഷെ സക്കായി ആരും കാണാതെ ആയിരിക്കും കയറിയത്. കാരണം ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പോപ്പുലർ ആയിട്ടുള്ള മനുഷ്യനാണ്, ഇല്ലേ? അതുകൊണ്ട് അയാൾ ഇങ്ങനെ നടന്ന് മരത്തെ കയറി എന്ന് പറഞ്ഞാൽ നാളെ അയാളുടെ പ്രൊഫഷനെ പോലും എന്ത് ചെയ്യും? ബാധിക്കും. ചിലർ ഈ പ്രൊഫഷനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ കയറാതെ നടക്കുന്നത്. ആമേൻ. പ്രൊഫഷനൊന്നും ഒരു വലിയ വിഷയമല്ലെന്നേ കർത്താവിന്. ആമേൻ. ഞാൻ ഇന്ന ആളല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ കള. ഇന്നുപോലെ നിങ്ങളുടെ പ്രൊഫഷൻ ഒന്നും അല്ല വിഷയം. സക്കായി ആരും കാണാതെ എന്ത് ചെയ്തു? കയറി. അവിടുത്തെ മേലോട്ട് ആര് നോക്കി? യേശു നോക്കി. അപ്പൊ സക്കായി ഇലക്കകത്തോടെ കുറച്ചുകൂടെ എന്ത് ചെയ്തു? മറഞ്ഞങ്ങോട്ടിരുന്നു. ഇനി ഒട്ടും കാണരുത്. കാരണം എന്താ? സക്കായിയുടെ ഡ്രസ്സൊക്കെ സക്കായി ഒന്നും ഇങ്ങനെ വലിച്ചിട്ട് കാണും. കാരണം എന്താ? ഇലക്കാരുടെ പുറത്തോട്ട് ഒരിക്കലും എന്നെ എന്ത് കാണരുത്. യേശു മേലോട്ട് നോക്കി സക്കായിയെ കാണാനാണെന്ന് സക്കായി ഓർത്തില്ല. ആമേൻ. സക്കായിയെ കാണാൻ വേണ്ടിയാണ് യേശു നോക്കിയെന്ന് ആർക്കറിയില്ല? സക്കായിക്ക് അറിയത്തില്ല. പക്ഷേ നോക്കുക, അത് കഴിഞ്ഞപ്പോഴാണ് പരിപാടി അങ്ങോട്ട് മാറി. ഒരൊറ്റ വിളിയാകട്ടോ. എന്താ വിളിച്ചേ? സക്കായേ. അപ്പൊ സക്കായിക്ക് മനസ്സിലായി, ഞാൻ കേറിയത് അറിയുന്ന ഒരുത്തൻ ഇതിന്റെ അടിയിലുണ്ട്.
ഞാൻ ഇരിക്കുന്ന സ്ഥലം അറിയുന്ന ഒരുത്തരിന്റെ അകത്തുണ്ട് കേട്ടോ. ഇന്ന് പകൽ നീ ഇരിക്കുന്ന സ്ഥലം അറിയുന്ന ഒരു കർത്താവിന്റെ അകത്തുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നീ ഇരിക്കുന്ന സ്ഥലം എന്റെ കർത്താവിന് അറിയാം. നീ എവിടെ ഇരുന്നാലും എന്റെ യേശു നിന്നെ കാണുന്നുണ്ട്. ഇന്ന് പകൽ യേശു നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇന്ന് പകൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ ഒരാമേൻ പറഞ്ഞ് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചേ. രക്തത്താ ജയം. എടാ മനുഷ്യ ഇറങ്ങി വാടാന്ന് പറഞ്ഞാൽ കണ്ടിട്ട് പറയുന്നെന്ന് വിചാരിക്കാം, അല്ലേ? എടാ മനുഷ്യ ഇറങ്ങി വേണമെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് പറയുന്നത് വിചാരിക്കാം. എല്ലാ പഴുതും അടച്ച് കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. സക്കായി ഇറങ്ങി വരണമെങ്കിൽ എന്ത് തന്നെ വിളിക്കണം, അവന്റെ പേര് വിളിച്ച് പുറത്തി അടിക്കാൻ ആർക്കറിയാം? യേശുവിനറിയാം. യേശു പറഞ്ഞു സക്കായേന്ന് വിളിച്ചപ്പോ സക്കായിക്ക് മനസ്സിലായി, ഞാൻ എവിടെ ഇരുന്നാലും ഇവൻ എന്നെ കാണും. ഇന്ന് പകൽ ചിലരോടൊക്കെ ദൈവാത്മാവ് പറയാ കേട്ടോ, നീ എവിടെ ഇരുന്നാലും ദൈവം കാണുന്നുണ്ട്. നിന്റെ സങ്കടത്തിലിരിക്കുമ്പോൾ ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ വേദനയിലിരിക്കുമ്പോൾ യേശു നിന്നെ കാണുന്നുണ്ട്. നിന്റെ ആമേൻ ഹല്ലേലൂയ പ്രതികൂലത്തിൽ ഇരിക്കുമ്പോഴും ആര് നിന്നെ കാണുന്നുണ്ട്? ആമേൻ. യേശു അവിടെ വിളിച്ചു പറഞ്ഞു സക്കായിയേ എന്ന് പറഞ്ഞപ്പോ സക്കായിക്ക് മനസ്സിലായി ഇത് എന്നെ തന്നെയാ വിളിച്ചത്. വസ്ത്രത്തിന്റെ അല്പം വിളമ്പ് പുറത്തോട്ട് ചാടി നിന്നത് കൊണ്ട് എടാ ഇറങ്ങി വാടാന്ന് പറഞ്ഞതാണോ? അല്ല, എന്റെ പേരറിയുന്ന ഒരുത്തനുണ്ട്. മേൻ, നീ ഇന്ന് പകല് റിസ്ക് എടുക്കാൻ തയ്യാറായാലുണ്ടല്ലോ, ആമേൻ, നിന്നെ വിളിച്ചിറക്കി നിന്റെ കൂടെ കർത്താവ് ഇന്ന് രാവിലെ വരും. നിന്റെ കൂടെ എന്റെ യേശു എന്ന പകൽ സഞ്ചരിക്കുവാൻ എന്റെ യേശുവിന് എന്തുണ്ട്? താല്പര്യമുണ്ട്. ആമേൻ. നിന്റെ പേഴ്സണൽ പ്രോബ്ലം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പകൽ ഇരിക്കാതെ ഇന്ന് പകൽക്കാലം നിന്റെ മറ്റുള്ളവരുടെ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഇന്ന് പകൽ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറായാൽ, നീ ഇന്ന് പകൽ ഒന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായാൽ ദൈവം ചില പ്രവർത്തികൾ ഇന്ന് പകൽ എന്ത് ചെയ്യാൻ പോവാ? ചെയ്യാൻ പോവാ. ഇന്ന് പലർക്കും പറയാനുള്ളത് എന്താ? പേഴ്സണൽ പ്രോബ്ലം, പിന്നെന്താണ്? മറ്റുള്ളൊരു മുഖാന്തരമുള്ള പ്രോബ്ലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ അങ്ങോട്ട് വിടാനേ ഇന്ന് പകൽ യേശു എനിക്ക് മതി എന്ന് പറ. അങ്ങനെ പറയാനുള്ള തന്റെ ഉള്ള കൃപ ഇന്ന് പകൽ യേശുവിൽ നിന്ന് എത്ര പേര് പ്രാപിക്കാൻ പറ്റും? അതിന്ന് പകൽ യേശുവിൽ നിന്ന് റിസീവ് ചെയ്തേ. ആ ധൈര്യത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. പൗലോസ് പറഞ്ഞു ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ ആ ദൈവം നമുക്ക് നൽകിയേക്കുന്നേ. രക്തത്താൽ ജയം. വേഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ആമേൻ, ഹല്ലേലൂയ. നോക്കുക, ഒറ്റ വിളിയാ. സക്കായേ എന്ന് വിളിച്ചപ്പോ സക്കായിക്ക് മനസ്സിലായി ഇതെന്നെ തന്നെയാണ് എന്ത് ചെയ്തത്? വിളിച്ചത്. ആമേൻ. നോക്കിക്കേ, റിസ്ക് എടുക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും കേട്ടോ. ഇതിനകത്ത് ഞാൻ വെറുതെ വിളിച്ച് പറയല്ലോ. ഇന്ന് പകല് ചില റിസ്ക് ഒന്നും എടുക്കാൻ തയ്യാറൊക്കെ കർത്താവിന് വേണ്ടി. കർത്താവ് നിന്നെ ഉണ്ടല്ലോ ആമേൻ നിന്റെ കൂടെ വന്ന് നിന്റെ ഭവനത്തിൽ നിന്നോട് കൂടെ പാർത്ത് നിനക്ക് ചില ഡയറക്ഷൻസ് തന്ന് അവസാനം അവൻ നിന്നെ നോക്കി പറയും ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ എവിടുന്ന് തുടങ്ങിയതാ? എങ്ങനെയും ഒന്ന് കണ്ടാ മതി, എന്നെ കാണരുത്, എനിക്ക് അവനെ കണ്ടാ മതി എന്ന് പറഞ്ഞ സക്കായിയെ എന്നൊരു വിളി വിളിച്ചപ്പോ യേശുവിന്റെ ആ ദൈവത്വം എന്താണെന്ന് ആർക്ക് മനസ്സിലായി? സക്കായിക്ക് മനസ്സിലായി. ഇന്ന് പകൽ അവന്റെ ദൈവത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ കർത്താവിന് എന്തുണ്ട്? താല്പര്യമുണ്ട്. ആ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഇന്ന് പകൽ എവിടെ മറഞ്ഞിരുന്നാലും നിന്നെ കാണുന്നുള്ള ചിന്ത ഇന്ന് പകൽ നിന്നെ ഭരിക്കട്ടെ. സക്കായിയെ വേഗം ഇറങ്ങി വാ. ഹല്ലേലൂയ. ഇന്ന് പകൽ നോക്കിക്കേ, യേശു പറയാ വേഗം വാ. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ എന്ത് ചെയ്യേണ്ടതാകുന്നു? പാർക്കേണ്ടതാകുന്നു. ഇന്ന് പകൽ ചിന്തിച്ചു നോക്കിയേ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ച മനുഷ്യനോട് അവന്റെ ആ ശ്രമം യേശു കണ്ടു. അവൻ ആ കാട്ടത്തിയിലൊക്കെ കേറുന്നത് കണ്ടപ്പോ യേശു വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, ഒരു ദിവസം ഇവന്റെ വീട്ടിൽ താമസിച്ചിട്ട് പോയാ മതി കേട്ടോ. കാര്യം എന്താ? അത്ര റിസ്ക് അവൻ എടുക്കുന്ന ആര് കണ്ടു? എന്റെ കർത്താവ് കണ്ടു. ഇന്ന് പകൽ ചില റിസ്ക് എടുക്കുന്നത് കർത്താവ് കണ്ടാൽ നിന്റെ വീട്ടിൽ കയറാതെ അവൻ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. സേതു ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നിന്റെ ഭവനത്തിന്റെ അകത്ത് അനേക വിടുതലുകളെ നീ കാണാൻ പോവുക. നിന്റെ ഭവനത്തിന്റെ അകത്ത് എന്റെ കർത്താവിന്റെ കരസ്പർശനം അനുഭവിക്കാൻ പോവുക. നിന്റെ ഭവനത്തിന്റെ അകത്ത് എന്റെ യേശുവിന്റെ ചില പ്രവർത്തികൾ വെളിപ്പെടാനായിട്ട് പോകുകയാണ്.
എത്ര പേരിന്റെ പകൽ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വേഗം ഇറങ്ങി വാ. നിന്റെ വീട്ടിൽ എന്ത് ചെയ്യാൻ പോവാ? പാർക്കേണ്ടതാ. അന്നത്തെ കാലത്ത് യേശു ഒന്ന് വീട്ടിൽ വന്ന് താമസിക്കണം എന്ന് ആഗ്രഹമുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. സത്യം ഞാൻ പറയാ, ആയിരക്കണക്കിന് ആളുകൾ യേശുവിനോട് ചോദിക്കും, നീ എന്റെ വീട്ടിലൊന്ന് താമസിക്കാവോ? പക്ഷെ യേശു അവിടെ ഒന്നും താമസിക്കാൻ പോകത്തില്ല. കാരണം താമസിക്കാൻ തുടങ്ങിയാൽ പിന്നെ യേശുവിന് പുറത്തിറങ്ങാൻ നേരം ഉണ്ടാകത്തില്ല, താമസിക്കാൻ മാത്രം നേരം ഉണ്ടാകും. അത്രത്തോളം ആളുകൾ യേശുവിനെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. എന്നാൽ സക്കായിയുടെ വീട്ടിൽ അങ്ങോട്ട് ചോദിച്ച് യേശു താമസിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ റിക്വസ്റ്റ് ചെയ്യാത്ത വിഷയത്തിന് ദൈവം മറുപടി തരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റും? നീ അങ്ങോട്ട് ചോദിക്കാത്ത വിഷയത്തിന് ഇന്ന് പകൽ ആര് മറുപടി തരാൻ പോവുക? യേശു മറുപടി തരാൻ പോകുക. ഇന്ന് പകൽ അവന്റെ വിടുതൽ നീ എന്ത് ചെയ്യാൻ പോകുക? അനുഭവിക്കാനായിട്ട് പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഇന്ന് പകൽ നീ ചോദിക്കാത്ത വിഷയങ്ങൾക്ക്, നിനക്കാത്ത വിഷയങ്ങൾക്ക് ആര് മറുപടി തരാൻ പോവാ? യേശു മറുപടി തരാൻ പോവാ. ഞാനീ പറയുന്ന ഒരു പ്രസംഗത്തിന്റെ വൈഭവം ഒന്നുമല്ല. ദൈവാത്മാവ് പറയുന്ന ദൂതുകൾ ഓരോ കുടുംബങ്ങൾക്കുള്ളത്, ഓരോ വ്യക്തികൾക്കുള്ളത് ഞാൻ ഈ പ്രസംഗത്തിലൂടെ ഇന്ന് പകൽ ദൈവസഭയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ചില ദൈവ പ്രവർത്തികളിന്റെ അകത്ത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. രക്തത്താൽ ജയം. നോക്കിക്കേ, അന്ന് കുറെ ആൾക്ക് താല്പര്യമുണ്ട്, ഒന്ന് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചായിരുന്നെങ്കിലും അല്ലേ? ആമേൻ. സക്കായി ഒന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? ഇല്ല. എന്താ സംഭവിക്കാൻ കാരണം? പേഴ്സണൽ പ്രോബ്ലങ്ങളെ സക്കായി മാറ്റി. 2, പുരുഷാര നിമിത്തമുള്ള തടസ്സങ്ങളെ ആര് മാറ്റി? സക്കായി മാറ്റി. ഇത് രണ്ടും മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി ആര് ചെയ്തു? സക്കായി ചെയ്തു. ഇത് 3ഉം ചെയ്തപ്പോ കർത്താവ് അവന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. ചിലതൊക്കെ ചെയ്താലേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഇന്ന് പകൽ ഞാൻ വളരെ ശക്തമായിട്ട് പറയാം, ചിലതൊക്കെ ഒന്ന് ചെയ്യാൻ തയ്യാറായിക്കേ. നിസ്സാരമായിട്ട് ആത്മീക കാര്യങ്ങളെ എന്ത് ചെയ്യരുത്? കാണരുത്. നിസ്സാരമായ ആത്മീക ശുശ്രൂഷകളെ കാണരുത്. നിസ്സാരമായ ആത്മീക ജീവിതത്തെ കാണരുത്. ആമേൻ. ഇതിന് ഏറ്റവും ഒന്ന് വില കൊടുത്തേ. നിന്നെ വിളിച്ചിറക്കി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ആമേൻ, ഇതിന്റെ അകത്തുണ്ട്. ഇന്ന് പകല് ഈ സക്കായിനെ നമ്മളെല്ലാരും കുള്ളൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്. സക്കായിയുടെ പേരിൽ എന്തെങ്കിലും പാട്ടാ ഉള്ളത്. പക്ഷേ യേശുവിന് ഭയങ്കര ഇഷ്ട സക്കായിനെ. എന്താ കാര്യം എന്നറിയാമോ? അവന്റെ പ്രശ്നങ്ങളെ കഴിഞ്ഞും അതിനെ അതിജീവിക്കാൻ അവൻ സ്വയമായിട്ട് ശ്രമിച്ചു. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എങ്ങനെ ശ്രമിക്കണം? സ്വയമായിട്ട് ശ്രമിച്ചാൽ ബാക്കി കാര്യങ്ങൾ ആര് തരും? ദൈവം തരും. ഹല്ലേലൂയ. സ്വയമായിട്ടൊരു ശ്രമം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാത്തോടത്തോളം കാലം ഒരു ദൈവപ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യരുത്? എക്സ്പെക്ട് ചെയ്യരുത്. ആമേൻ. സക്കായി അവിടെ ഇരിക്കുക, കുള്ളനായിക്കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. നോക്കുമ്പോൾ യേശുവിനടുത്ത് കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാൽ അതോടുകൂടി നിന്റെ ജീവിതം തീരും. പക്ഷെ അവിടെ നിന്നൊക്കെ ഒന്ന് എഴുന്നേറ്റ് സക്കായി എന്ത് ചെയ്തു? യേശു വരുന്ന ആ റൂട്ട് മാപ്പൊക്കെ ആർക്ക് കിട്ടി? സക്കായിക്ക് കിട്ടി. ഏത് വഴിക്കാ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ സക്കായി അറിഞ്ഞു. ആമേൻ. എന്ന് പറഞ്ഞാൽ യേശുവിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആര്? സക്കായി. യേശു എവിടെ എത്തി? യേശു എതിലെയാ വരുന്നത്? ആ വരുന്ന വഴി ഏതാ? ആമേൻ. പോയ വഴിക്ക് കണ്ടതാണോ? ഇല്ലെന്നേ. വരുന്ന വഴി അവൻ നേരത്തെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറേ ദിവസമായിട്ട് യേശുവിനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? സക്കായി. ഒരു നിമിഷത്തിൽ ഒരു വൈകാരികമായിട്ടൊരു തീരുമാനം എടുത്താണോ? അല്ല. കാരണം ഈ വഴിക്ക് അവൻ വരുന്നെന്നൊക്കെ ആരോടൊക്കെയോ ചോദിച്ചറിഞ്ഞു. ആമേൻ. ഏത് വഴിക്കാണ് വരുന്നത്? ആമേൻ. കാരണം കുറെ വഴിയുണ്ടല്ലോ, ഏത് വഴിക്കുള്ള യേശുവിന് പോകാം. അപ്പോൾ നടന്നു പോകുന്ന കാലഘട്ടമാണ്. ആമേൻ. വലിയ വണ്ടി കയറുന്ന വഴിയിലൊന്നും നിൽക്കണമെന്നില്ല. ഒരു ഊടുവഴി കണ്ടാലും അതിലെ കയറി എന്ത് ചെയ്യാം? പോകാം. ആമേൻ. എന്നാൽ സക്കായി കുറേ ദിവസമായിട്ട് ആമേൻ യേശുവിനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. യുവാശ പ്രാർത്ഥനയൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾ കർത്താവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഞങ്ങൾ അവസാനിപ്പിക്കുക. കർത്തമേശയുണ്ട്. ആമേൻ. കർത്താവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ആമേൻ. നോക്കുക, സക്കായി കേറി ഇറങ്ങി എന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിലും എത്രയോ ദിവസം തൊട്ട് സക്കായി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നറിയാമോ?
എന്നാണ് എൻ്റെ പട്ടണത്തിൽ വരുന്നത്, എൻ്റെ പട്ടണത്തിലൂടെ വന്നാൽ ഏത് വഴിയിലൂടെയാണ് പോകുന്നത്, ആമേൻ, എവിടെ കയറി ഇരുന്നാൽ യേശുവിനെ കാണാം. ഇതെല്ലാം ഇന്ന് ഒരു മിനിറ്റ് കൊണ്ട് സക്കായി തെരഞ്ഞെടുത്ത കാര്യമല്ല. മാസങ്ങൾ ഒരുപക്ഷെ എടുത്തു കാണും, നാളുകൾ എടുത്തു കാണും. തൻ്റെ വർക്കിന്റെ തിരക്കിന്റെ ഇടയിലും, ആമേൻ, ഫയലൊക്കെ ഒപ്പിടുന്നതിന്റെ ഇടയിലും സക്കായി ചിന്തിക്കുന്നത് യേശു ഏത് വഴിക്കാ വരുന്നത്. ആമേൻ. കാരണം ടാസ്ക് കമ്മീഷനാണല്ലോ, പുള്ളിക്ക് ഭയങ്കര തിരക്കുണ്ട് ഓഫീസിലെ തിരക്കിലെല്ലാം ഇരിക്കുമ്പോഴും പുള്ളിയുടെ കോൺസെൻട്രേഷൻ എവിടെയാ? യേശുവിലാ കോൺസെൻട്രേഷൻ. ആമേൻ. ഏത് വഴിക്കാ യേശു വരുന്നത്? ആമേൻ. ഏത് വഴിക്കാ കർത്താവ് വരുന്നത്? ഇന്നാണ് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു, പക്ഷെ അന്ന് അവൻ അറിയത്തില്ല ഏത് വഴിക്ക് വരുമെന്ന് അറിയില്ല. യേശു ഏത് സമയത്ത് ആ പ്ലാൻ മാറ്റുന്നെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരുത്തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വേറൊരുത്തൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്റെ വിഷയം അതിനെ കഴിഞ്ഞ് വലുതാണെങ്കിൽ ഇവനെ ഇട്ടേച്ച് അവന്റെ പുറകെ പോകുന്ന പരിപാടി ആർക്കുണ്ട്? എനിക്കുണ്ടോ? കുഴപ്പമില്ല, അതൊരു നല്ല സ്വഭാവമാണ്, ഏതായാലും മോശമായ സ്വഭാവമല്ല. ആമേൻ. അത് ചിലർ പറയും പാസ്റ്റ് എപ്പോൾ പിടിക്കുന്ന കേസ് മുഴുവൻ ഇടിവെട്ട് കേസാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്നാ. അപ്പൊ അതുകൊണ്ട് വിട്. ആമേൻ. ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് യേശുവിനെ. ഇന്ന് തൊട്ട് വീട്ടിൽ പോയിട്ട് കർത്താവിൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ്. സക്കായി ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി യേശുവിനെ. യേശു എന്ന് വന്നാൽ എനിക്കൊന്ന് കാണാതെ എനിക്ക് പോകാതിരിക്കാൻ കഴിയത്തില്ല. യേശുവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് അവനെ കാണാൻ തുടങ്ങിയതാ യേശു. കേട്ടോ? ആമേൻ. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, നീ ഒന്ന് യേശുവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കേ. അവന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കേ. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കേ. മാത്രമല്ല അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ വചനം ഒന്ന് വായിക്കാൻ തുടങ്ങിക്കേ. ആമേൻ. നിന്റെ വീട്ടിലേക്ക് ആര് വരാൻ പോവാണ്? യേശു വന്ന് നിന്റെ ഭവനത്തിന്റെ അകത്തൊരു മഹാത്ഭുതം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയും? ഇന്ന് പകൽ യേശുവിന്റെ ങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് പകൽ സക്കായിക്ക് വലിയൊരു മാറ്റം ഉണ്ടായെങ്കിൽ, ഓ ഹല്ലേലൂയ, അവൻ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു സന്തോഷം ആരനുഭവിക്കുകയാ? സക്കായി അനുഭവിക്കുക. സക്കായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സമ്പാദ്യമല്ല എന്റെ സന്തോഷം. ആമേൻ. ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷെ ഇതുവരെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? ഉള്ളു തുറന്നൊന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വഞ്ചിക്കുന്നതിൽ ഒട്ടും പുറകിലല്ല, ഏറ്റവും മുമ്പിലായിരുന്നു ആര്? സക്കായി. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ അവനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ ലോകത്തിലുള്ളതിനെ കഴിഞ്ഞും ഏറ്റവും വലിയ സന്തോഷം എന്താണ്? എന്റെ യേശു എന്റെ അകത്ത് തരുമെന്ന് പറഞ്ഞപ്പോ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതും പിടിച്ചു പറിച്ചതും ഒക്കെ അവന് തിരിച്ചു കൊടുത്തിട്ട് യേശുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകൻ. ഇന്ന് വീടിന് എന്ത് വന്നിരിക്കുന്നു? രക്ഷ വന്നിരിക്കുന്നു. ഇന്ന് പകൽ, ഇന്ന് നമ്മുടെ ഭവനത്തെ നോക്കി യേശു പറയട്ടെ, ഞാനാകുന്ന ഈ മന്ദിരത്തെ നോക്കി യേശു പറയട്ടെ, ഇവനും അബ്രഹാമിന്റെ മകൻ. ഇന്ന് ഈ വീടിന് എന്ത് വന്നിരിക്കുകയാണ്? രക്ഷ വന്നിരിക്കുകയാ. എത്ര പേർക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം പറയാം? എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. വലിയൊരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ മേലെല്ലാം വ്യാപരിക്കട്ടെ. യുവാസഭയുടെ അവസാനം ഒരു മിനിറ്റ് നമ്മളൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എന്നെ തേടി വന്ന ദൈവ സ്നേഹത്തിനായി ഇന്ന് പകൽ ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചേ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ തേടി വന്ന സ്നേഹത്തിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഇങ്ങനെ ഒരു പാട്ടില്ലേ, എന്റെ വരികളൊന്ന് ചേർന്ന് പാടിയിട്ട് നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് പോകും. തേടി വന്നോ ദോഷിയാമെന്നെയും നാദാ, തേടി വന്നോ ദോഷിയാമെന്നെയും നാദാ, ഇത്രമ സ്നേഹം ഉയർ കൊടുത്തേനിക്ക, ഇത്രമ സ്നേഹം ഉയർ കൊടുത്തേനിക്കായി മന്നവ നിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ നിപ്പാനെഴുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും. എല്ലാവരും ചേർന്ന് പാടിക്കേ. തേടി വന്നു ദോഷി
ശോണിതരേ ക്ഷീണം ഭാവിച്ചിടാതെ ആടിപ്പഴുതുള്ള പാടികളാലേ ആടിപ്പഴുതുള്ള പാടികളാലേ പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ പോഷിപ്പിക്കാൻ മധ്യവചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാൻ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ കർത്തൃമേശയിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ